എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ കൃത്യമായിട്ടുള്ള തീരുമാനത്തോടെ വോട്ട് ചെയ്യുന്ന ഒരു ഇലക്ഷനായിരിക്കും. അയ്യന്റെ സ്വർണം കട്ടവരെ ജനകീയ കോടതിയിൽ ശിക്ഷ വിധിക്കുന്ന ദിവസമാണിന്ന്. അവര് നീതിന്യായ കോടതിയിലും അതുപോലെ തന്നെ അന്വേഷണ പരിധിയിലും ഒക്കെ തന്നെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി. പക്ഷെ ജനകീയ കോടതി അവരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന് തെളിയിക്കുന്ന ദിവസമാണ് എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. അത് അടിസ്ഥാനപരമായിട്ടുള്ളത് മഹാപ്രളയം ഉണ്ടാക്കിയതാണ് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ആരാ ഉന്നയിച്ചത്? ഭരണകക്ഷി MLA, അന്ന് ഇന്നത്തെ മന്ത്രി. ആ പ്രളയം ഉണ്ടാക്കിയത് മനഃപൂർവ്വമായിരുന്നു എന്ന് തെളിയിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പിംഗ് ഉണ്ടായി. മുഖ്യമന്ത്രി ഇന്നലെയും മെലിഞ്ഞാലും ഇന്നും പറഞ്ഞിട്ട് ഒരു മറുപടി പോലും അതിന് പറയുന്നില്ല. പ്രളയം വിഷയമല്ലേ? ഈ പ്രളയം ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് 400-ലധികം പേരുടെ ജീവൻ ഒടുക്കിയിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയിട്ടുള്ള ഈ മഹാപ്രളയം, ദുരിതം തീർത്ത മഹാപ്രളയം നിങ്ങളുടെ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയണ്ടേ? തെറ്റായ ആരോപണമാണെങ്കിൽ ആദ്യം പറഞ്ഞു അത് വ്യാജ ഓഡിയോ ക്ലിപ്പിംഗ് ആണ്, AI നിർമ്മിതമാണെന്ന്. എന്നിട്ടെന്താ കേസ് കൊടുക്കാത്തത്? അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു മന്ത്രിക്കെതിരെ അങ്ങനെ ആരെങ്കിലും വ്യാജ ഓഡിയോ ക്ലിപ്പിംഗ് ഇറക്കിയാൽ അതിന് കേസ് കൊടുക്കണ്ടേ? ഗവൺമെന്റ് നിങ്ങളാണല്ലോ ഭരണ സംവിധാനം. ഇപ്പോ എന്തുകൊണ്ട് പോലീസ് കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ വ്യാജമാണെങ്കിൽ? അപ്പൊ വ്യക്തമാണ് വ്യാജമല്ല. അത് കൃത്യമായിട്ടും കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ ആയിരുന്നു. ഒരു മന്ത്രി, തന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി നടത്തിയിരിക്കുന്ന ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം, നാട്ടിലെ ജനങ്ങളെ പ്രളയത്തിൽ മുക്കിക്കൊന്നത് നിങ്ങളാണെന്നുള്ള ആരോപണം, എന്തുകൊണ്ട് നിങ്ങൾ മറുപടി പറയുന്നില്ല ആരോപണത്തിന്? ഇത് കേരള ജനത ഇന്ന് വിധി എഴുതുമ്പോൾ ആലോചിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായിട്ടുള്ള ജനവിധിയായിരിക്കും കേരളത്തിലുണ്ടാകാൻ വേണ്ടി പോകുന്നത്. ആ വിധി ഒരു കാര്യം മാത്രം, സ്വർണം കട്ടവനെ സംരക്ഷിക്കുന്ന, പ്രളയം ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളെ ദുരിതത്തിലേക്ക് വാഴ്ത്തിയ, അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച, 10 കൊല്ലക്കായും മാലമായി നാട് ഭരിക്കുന്ന ഈ പിണറായി വീണ്ടും 5 വർഷം കൂടി ഭരിക്കണമോ? ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം കേരളത്തിൽ മുഴക്കിയിട്ടുള്ള ശ്രീ പിണറായി വിജയനെ 5 വർഷവും കൂടി ഭരിക്കണമോ എന്നുള്ള തീരുമാനത്തിലാണ് കേരള ജനത ഇന്ന് മറുപടി പറയാൻ പോകുന്നത്. എനിക്കുറപ്പുണ്ട് കേരള ജനത ഒറ്റക്കെട്ടായി അതിനെതിരെ വിധി എഴുതും. 100-ലധികം സീറ്റുകളുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. കനത്ത പോളിംഗാണ് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? കേരള ജനത 10 കൊല്ലം സഹിച്ചു ശ്രീ പിണറായി വിജയനെ. ഇനി 5 കൊല്ലം കൂടി സഹിക്കണം എന്നാണ് ഇന്നും പത്രത്തിലെ പരസ്യം കണ്ടാൽ 5 കൊല്ലം കൂടെ നിങ്ങൾ സഹിക്കണം എന്നാണ് അവർ തന്നെ പറയുന്നത്. അത് സഹിക്കില്ല എന്ന് തീരുമാനിക്കുന്ന അതിനിർണായകമായ ദിവസമായിരിക്കുമെന്ന്. അത് തരംഗമായിരിക്കും, UDFന് അനുകൂലമായിട്ടുള്ള തരംഗമായിരിക്കും. പിന്നെ UDFന്റെ ഏറ്റവും ശക്തമായ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഗ്യാരണ്ടികൾ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് അവരെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നമ്മുടെ സഹോദരിമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, യുവാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് UDF പ്രഖ്യാപിച്ചുള്ള ഗ്യാരണ്ടികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് ആയിരിക്കും. അത് തരംഗമായിട്ട് മാറും. അതിന്റെ സൂചനകളാണ് നമ്മുടെ വോട്ടിന് കോഴ എന്നുള്ളൊരു ആക്ഷേപം. അതായത് പ്രത്യേകിച്ച് പാലക്കാട്, തൃശ്ശൂർ, കിറ്റ് വിതരണം, പണം കൊടുക്കല്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സാരി കൊടുക്കല്, ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ കേരളം കണ്ടു പരിചയിച്ചില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയാം, ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴയിലും ഞാൻ ഈ കാര്യം ഉന്നയിച്ചതാണ്. ഇതേ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ ഈ പരിശ്രമം നടത്തിയത് നമ്മൾ കണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തെ വിലക്ക് വാങ്ങാമെന്ന് BJP വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മനസ്സ് അവർക്ക് അവരുടെ പ്രവൃത്തി കൊണ്ട് വാങ്ങാൻ പറ്റില്ല. ഇപ്പൊ പണം കൊണ്ട് കേരളത്തെ വിലക്ക് വാങ്ങാമെന്ന് BJP വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള കനത്ത പ്രഹരം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നതിൽ സംശയമില്ല. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പണം, കിറ്റ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം അവരുടെ തന്നെ ആളുകൾ പറയുന്നുണ്ട് എ കാറ്റഗറി സീറ്റാണ്, എ കാറ്റഗറി സീറ്റ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മണി എന്ന് മനസ്സിലാക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ
ബിജെപിയുടെ ഡെഫിനിഷൻ അതാണ്. എ കാറ്റഗറി സീറ്റ് എന്ന് പറഞ്ഞാൽ എ കാറ്റഗറി സീറ്റ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പണി. എന്ത് വില കൊടുത്തും പണം കൊടുത്തിട്ടും ആ സീറ്റ്. ഇതൊക്കെ ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നാടകങ്ങളൊക്കെ ഈ കേരളത്തിൽ വന്ന് പറഞ്ഞാൽ കേരളം അത്ര മോശക്കാരാണ്? കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ പമ്പര വിഡ്ഢികളാക്കാൻ പറ്റുമോ? എനിക്ക് ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം, ഇലക്ഷൻ കമ്മീഷൻ മിണ്ടുന്നില്ല. നിങ്ങൾ കണ്ടു ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഇന്നലത്തെ ചിത്രം. ബംഗാളില് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ ഞാൻ ഇന്നലെ പരാതി കൊടുത്തു. കോൺഗ്രസിന്റെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യലായിട്ട് പരാതി കൊടുത്തു. സത്യത്തിൽ ആ സ്ഥാനാർത്ഥിയെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലായിരുന്നോ? ഇത്രയും ഗുരുതരമായ ആക്ഷേപം പകൽ വെളിച്ചം പോലെ തെളിവ് പുറത്തു വന്നിട്ടും ഒരു നടപടിയില്ല ഇലക്ഷൻ കമ്മീഷന്റെ. അപ്പോൾ എനിക്ക് അവരോടൊന്ന് പറയാൻ പറ്റൂ, മക്കളെ, നിങ്ങൾ ബിജെപിക്കാരോടൊക്കെ പറയുള്ളൂ, കേരളം വിലക്ക് വാങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല. കേരളം നിങ്ങൾക്ക് ചേരുവയുള്ള സംസ്ഥാനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പണക്കൊഴുപ്പൊക്കെ അവിടെ വെച്ചാൽ മതി എന്ന് കേരള ജനത ഇന്ന് പറയും. എതിർപ്പാളയത്തിൽ നിന്ന ഒരാളാണ് ജി സുധാകരൻ. അങ്ങേക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ തോന്നിയിട്ട് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് ചിഹ്നം കൈപ്പത്തി പോലും അല്ല. അതൊരു കാര്യം മനസ്സിലാക്കി. VS ഉണ്ടായിരുന്നെങ്കിൽ, VS അച്യുതാനന്ദൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇത്തരം നെറുകേടുകൾക്കെതിരെ ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യനുണ്ടാവുമായിരുന്നു. ശക്തനായ ഒരു നേതാവ് ഉണ്ടാവുമായിരുന്നു. അദ്ദേഹത്തോട് നമുക്ക് വിയോജിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവും VS അച്യുതാനന്ദനോട്. പക്ഷെ പാവങ്ങളുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് കൊള്ള നടക്കുമ്പോൾ, പാർട്ടി അരുതാത്ത വഴിയിലൂടെ പോകുമ്പോൾ ചോദ്യം ചെയ്യാനൊരു VS ഉണ്ടായിരുന്നു. ഞാൻ കൂടി അഭിമാനിക്കാറുണ്ട്. അദ്ദേഹം എതിർപ്പാളയത്തിലെ നേതാവാണെങ്കിൽ പോലും എന്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം, ഞങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒരു വോട്ടറാണെന്നതിൽ അഭിമാനം കൊള്ളാറുണ്ട്. പാർട്ടി എതിരായിരിക്കും. ഇന്ന് VS ഇല്ല. VSന്റെ അഭാവത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ VSന്റെ കഴിഞ്ഞാൽ സീനിയറായിട്ടുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനാണ് ജി സുധാകരൻ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, തുറന്നു പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ തുറന്നു പറയുന്ന ജി സുധാകരനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർക്കാനല്ല, ഷാജഹാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള ആളുകൾ നടത്തുന്ന ശക്തമായ പോരാട്ടം. പക്ഷെ അത് സഹിക്കാതെ അവരെ പുറത്താക്കിയാലും അവരുടെ ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനായിരിക്കില്ല. പക്ഷേ ഈ കേരളം വിറ്റ് തുലക്കുന്ന ഇപ്പോഴത്തെ കപട കമ്മ്യൂണിസ്റ്റുകളെ പുറത്താക്കാനായിരിക്കും. അതിന് സുധാകരൻ വരുമ്പോ നമുക്ക് സന്തോഷത്തോടെ. ഈ സുധാകരനാണ് VSനെ പുറത്താക്കിയത്, മനസ്സിലായില്ലേ? ഈ സുധാകരനാണ് VSനെ പുറത്താക്കിയത്. അതൊക്കെ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ. അഭാവം ഫീൽ ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അത് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയ ആശയങ്ങളുടെ പേരിലാണ് അഭിപ്രായ വ്യത്യാസം. പക്ഷെ അദ്ദേഹത്തെ പോലുള്ളൊരു മനുഷ്യൻ പാർട്ടിക്കകത്ത് കൊള്ളരുതായ്മകൾ ഉണ്ടാകുമ്പോൾ ധൈര്യമായി തുറന്നു പറഞ്ഞിരുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന്റെ അഭാവമാണ് ഇന്ന് CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അങ്ങനെ ആരെങ്കിലും വരാൻ തീരുമാനിച്ചാൽ VSനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും വരാൻ തീരുമാനിച്ചാൽ അവരെ പുറത്താക്കുന്ന ശൈലിയാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ ശൈലി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, 10 കൊല്ലം സഹിച്ചത് ഇനി 5 കൊല്ലം കൂടി സഹിക്കണോ എന്ന് കേരള ജനത ചോദിക്കണം. സ്വന്തം പാർട്ടിയെ പോലും ഇല്ലാതാക്കുന്ന ഈ ശൈലി വേണോ എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ കൂടി ചിന്തിക്കുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഈ ഇലക്ഷൻ എന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. കൃത്യമാണ്. VS ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജി സുധാകരൻ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഏത് VS ഉണ്ടായിരുന്നെങ്കിൽ? VS ഇല്ലാത്തൊരു ആദ്യ തെരഞ്ഞെടുപ്പാണല്ലോ. VS ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് VS ആണല്ലോ. നെയ്യാറ്റിക്കര ബൈ ഇലക്ഷൻ ഓർമ്മയുണ്ടല്ലോ. അത്ര ഞാൻ